ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചിരുന്നു എൻ്റെ കയ്യിലുള്ള കോമിക് ബുക്ക് കളക്ഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ. ആദ്യമായിട്ടാണ് ഒരാൾ അങ്ങനെ ചോദിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ സെയിങ് ദാറ്റ്. ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ കയ്യിൽ അങ്ങനെ ഒരുപാട് കോമിക്സ് ഒന്നുമില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ കളക്ട് ചെയ്ത കുറച്ച് കോമിക്സ് ഉണ്ട്. സോ എൻ്റെ കയ്യിലുള്ള കോമിക്സിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. മാത്രമല്ല, ഈ കോമിക് ബുക്സ് വായിക്കാനും കളക്ട് ചെയ്യാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് അത് എവിടുന്ന് കളക്ട് ചെയ്യണം, എങ്ങനെ വായിച്ചു തുടങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാം. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. എൻ്റെ കണ്ടന്റ് കൊള്ളാം, ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ കോമിക് ബുക്ക് കളക്ഷൻ ആക്ച്വലി ഞാൻ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കേണ്ട കുറച്ച് കോമിക്സും പിന്നെ റാൻഡമായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കളക്ട് ചെയ്ത കുറച്ച് കോമിക്സും. സോ ഞാൻ ആദ്യം സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയ കോമിക്സിനെ പരിചയപ്പെടുത്താം. എൻ്റെ ഈ കളക്ഷനിലെ ആദ്യത്തെ കോമിക് ബാറ്റ്മാൻ ഡാംഡ് ആണ്. എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കോമിക് ഇത് തന്നെയാണ്. ഏകദേശം 2400 രൂപ വിലയുണ്ട് ഈ ബുക്കിന്. ഞാൻ ഭയങ്കര ബാറ്റ്മാൻ ഫാൻ ആയതുകൊണ്ട് ഈ കോമിക് എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു കുട്ടി ഗിഫ്റ്റായിട്ട് തന്നതാണ്. സോ അങ്ങനെ എനിക്ക് ഈ കോമിക് കുറച്ചും കൂടെ സ്പെഷ്യലാണ്. ഈ കോമിക്കിന് ഇത്രയും വില വരാൻ ഒരു കാര്യം, ഇത് മറ്റ് കോമിക്കുകളെ അപേക്ഷിച്ച് ഒരു ഹാർഡ് കവർ എഡീഷനിലാണ് വരുന്നത്. മാത്രമല്ല, ഇത് DC-ൻ്റെ ബ്ലാക്ക് ലേബൽ എഡീഷൻ എന്ന കാറ്റഗറിയിൽ വരുന്നൊരു കോമിക്കാണ്. ഇപ്പോൾ DC-യിലെ കഥകൾ ഓൾറെഡി ഡാർക്ക് ആണല്ലോ. ഇവിടെ അതിലും ഡാർക്ക് ആൻഡ് വയലൻ്റ് ആയിട്ടുള്ള കഥകൾ ഉൾപ്പെടുത്തിയ ഒരു സെക്ഷനാണ് ബ്ലാക്ക് ലേബൽ എഡിഷനിൽ വരുന്നത്. ബാറ്റ്മാനും കോൺസ്റ്റന്റൈനുമാണ് പ്രധാന ക്യാരക്ടേഴ്സായിട്ട് ഈ കഥയിൽ വരുന്നത്. കോൺസ്റ്റന്റൈൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് ഉൾപ്പെടുത്തിയൊരു കഥയാണത്. ഒരു പക്ക ഹൊറർ സിനിമ കാണുന്ന ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും വായിക്കുമ്പോൾ. അതുപോലെ തന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫ്രെയിംസും ഡ്രോയിങ്ങും ഒക്കെയാണ്. ശരിക്കും വല്ലാത്തൊരു ഫീലിംഗ് ആണ് നമുക്ക് വായിക്കുമ്പോൾ. അടുത്ത കോമിക് വാച്ച്മാൻ ആണ്. DC കോമിക്സിന്റെ കീഴിൽ വരുന്ന എന്നാൽ ഒരു ആൾട്ടർനേറ്റ് റിയാലിറ്റിയിൽ സെറ്റ് ചെയ്ത കഥയും കഥാപാത്രങ്ങളും ഉള്ള ഒരു കോമിക്കാണത്. 1970s വാച്ച്മാൻ എന്ന സൂപ്പർ ഹീറോ ടീമും അമേരിക്കൻ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ, അതായത് വിയറ്റ്നാം വാറിലും കോൾഡ് വാറിലും ഒക്കെ അവർക്കുള്ള പങ്കുമാണ് ഈ കോമിക്കിൽ ഫോക്കസ് ചെയ്യുന്നത്. DC-യിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ, അതായത് ഡോക്ടർ മാൻഹാട്ടൻ വരുന്നതും ഈ കോമിക്കിലാണ്. ഈ വാച്ച്മാൻ കോമിക്കും സിനിമയും സീരീസിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്ത കോമിക്കാണ് സൂപ്പർമാൻ സീറോ അവർ. 1994 ഇറങ്ങിയ 5 ഇഷ്യൂ ഉള്ളൊരു സ്റ്റോറി ലൈനായിരുന്നു ഈ കോമിക്കിൽ. അതെല്ലാം കൂടെ ചേർത്ത് ഒറ്റ ബുക്കായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പല ടൈം ലൈനിൽ നിന്നും പല ബാറ്റ്മാനും ഒരു യൂണിവേഴ്സിൽ പെട്ടെന്ന് മെട്രോപോളിസിൽ എത്തുകയും അവരെ എല്ലാവരെയും സൂപ്പർമാൻ ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നതുമാണ് ആദ്യ ഭാഗങ്ങളിലെ കഥ. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഈ മൾട്ടിവേഴ്സും ആൾട്ടർനേറ്റ് റിയാലിറ്റിയും ഒക്കെ കൊണ്ട് അല്പം കോംപ്ലിക്കേറ്റഡ് ആകും. ഈ സിൽവർ ഏജിലെയും ഗോൾഡൻ ഏജിലെയും ബാറ്റ്മാനെയും സൂപ്പർമാനെയും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. വളരെ ഫാസ്റ്റ് ആയിട്ട് ഭയങ്കര രസമായിട്ട് വായിച്ചു പോകാൻ കഴിയുന്നൊരു കോമിക്കാണ് സൂപ്പർമാൻ സീറോ അവർ. അടുത്ത കോമിക്കാണ് എക്സ്മെൻ റോഡ് ടു ഓൺസ്ലോട്ട്. ഈ മാർവലിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീം എക്സ്മെൻ ആണ്. സോ അതുകൊണ്ടാണ് ഒരു എക്സ്മെൻ കോമിക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. ഓൺസ്ലോട്ട് എന്നൊരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വില്ലനെ എക്സ്മെൻ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ കോമിക്കിന്റെ കഥ. ഈ ഓൺസ്ലോട്ടിനെ ഇതുവരെ ഒരു എക്സ്മെൻ സിനിമകളിലോ അല്ലെങ്കിൽ MCUലോ ഒന്നും കാണിച്ചിട്ടില്ല. ഇനി ചിലപ്പോൾ കാണിക്കുമായിരിക്കും. ഈ വില്ലൻ ആക്ച്വലി മാഗ്നിറ്റോയിന്റെയും പ്രൊഫസർ എക്സിന്റെയും സബ് കോൺഷ്യസിൽ നിന്ന് ഉണ്ടായ ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ എക്സ്മെന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വില്ലനെ തോൽപ്പിക്കാൻ. ഈ ബുക്കിന് അല്പം വലിപ്പം ഉണ്ടെങ്കിലും വലിയൊരു കഥയുടെ ആദ്യത്തെ ഒരു ഇഷ്യൂ ആണിത്. അതുകൊണ്ട് തന്നെ ഈ ബുക്ക് അല്പം വായിച്ചു തീർക്കാൻ സമയമെടുക്കും. അടുത്ത കോമിക്കാണ് കിങ്ഡം കം. ലോകത്തെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോമിക് ആർട്ടിസ്റ്റുകളുള്ള ഒരാളായ അലക്സ് റോസ് വരച്ച കോമിക്കാണ് കിങ്ഡം കം. DC കോമിക്സിൽ തന്നെ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡ്രോയിങ് സ്റ്റൈൽ കാണാൻ കഴിയുന്നതും ഈ കോമിക്കിലാണ്. ഈ പഴയ ഗ്രീക്ക് റോമൻ പെയിന്റിങ്ങിലൊക്കെ കാണുന്ന ആ ഒരു എഫക്റ്റ് ഇല്ലേ, അത് നമുക്കിവിടെ കാണാൻ കഴിയും. ആ ഗ്രീക്ക് ദൈവങ്ങളെ പോലാണ് ഇവിടെ സൂപ്പർ ഹീറോസിനെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. DC മൾട്ടിവേഴ്സിലെ എർത്ത് 22 നടക്കുന്ന കഥയാണിത്. മെഗോഗ് എന്ന പുതിയൊരു സൂപ്പർ ഹീറോയുടെ വരവോടെ ജസ്റ്റിസ് ലീഗ് ആവശ്യമില്ലാതാകുകയും പിന്നീട് ടീം ഇല്ലാതാകുകയും ചെയ്യുന്നു. സോ സൂപ്പർമാൻ ഉൾപ്പെടെയുള്ള എല്ലാ ജസ്റ്റിസ് ലീഗ് മെമ്പേഴ്സും റിട്ടയർ ചെയ്തതിന് ശേഷമാണ് കഥ തുടങ്ങുന്നത്. ഈ പഴയ സൂപ്പർ ഹീറോസും പുതുതായി ഉയർന്നു വരുന്ന സൂപ്പർ ഹീറോസും തമ്മിലുള്ള ഒരു സിവിൽ വാറും അതിനുശേഷമുള്ള സംഭവങ്ങളൊക്കെയാണ് കഥ. മറ്റ് കോമിക്കുകളെ അപേക്ഷിച്ച് ഒരല്പം ഫിലോസഫിക്കൽ ആംഗിൾ ഉള്ളൊരു കോമിക്കാണിത്. സോ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ കോമിക് ബുക്ക് വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞാൻ ഈ കോമിക്ക് സജസ്റ്റ് ചെയ്യില്ല. അടുത്ത കോമിക്കാണ് ബാറ്റ്മാൻ കോർട്ട് ഓഫ് ഔൾസ്. ബാറ്റ്മാന്റെ ഒട്ടുമിക്ക എല്ലാ അടിപൊളി വില്ലന്മാരെയും നമ്മൾ സിനിമയിലോ അല്ലെങ്കിൽ ആനിമേഷനിലോ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ സിനിമകളിലധികം വരാത്ത എന്നാൽ ഗംഭീര വില്ലന്മാരായിട്ടുള്ള കോർട്ട് ഓഫ് ഔൾസിനെ ഫോക്കസ് ചെയ്യുന്ന കോമിക്കാണിത്. 3 വോളിയമായിട്ടാണ് ഈ കോമിക്ക് ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ വോളിയമാണിത്. നല്ല വയലന്റ് ആയിട്ടുള്ള കഥയും ആക്ഷനും ഒക്കെയാണ്. മാത്രമല്ല ബാറ്റ്മാന്റെ സൈക്കോളജിയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന തരത്തിലുള്ളൊരു റൈറ്റിംഗ് ആണ്. ഒരുപാട് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിഡിലൻ കോമിക്കാണ്. ഈ കോമിക്കിന്റെ ഒരു സ്റ്റോറി നറേഷൻ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ അത് പകുതി വഴിയിൽ കിടക്കുകയാണ്. ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അടുത്ത കോമിക്കാണ് ജസ്റ്റിസ് ലീഗ് എക്സ്റ്റിങ്ഷൻ മെഷീൻസ്. 2011 ഈ DC കോമിക്സ് ഒന്നുകൂടെ അവർ ആദ്യം മുതൽ റീബൂട്ട് ചെയ്തിരുന്നു. ഈ പുതിയ സെറ്റ് ഓഫ് റീഡേഴ്സിനെ DC കോമിക്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു അവരെ ചെയ്തത്. അതിനെ വിളിച്ചിരുന്നായിരുന്നു ന്യൂ 52. സോ ഈ ന്യൂ 52ന്റെ കീഴിൽ വരുന്ന ഒരു ജസ്റ്റിസ് ലീഗ് കോമിക്കാണത്. ജസ്റ്റിസ് ലീഗ് ടീമിലെ എല്ലാവരും ഈ അസംബ്ലി ചെയ്യുന്ന ഒരു കോമിക് ഞാൻ ഇതിനു മുമ്പ് വായിച്ചിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഈ കോമിക്ക് വാങ്ങിച്ചത്.
ജസ്റ്റ് ഒരു ഓക്കെ ഫീലിംഗ് ആണ് എനിക്ക് വായിച്ചപ്പോൾ കിട്ടിയത്. പക്ഷേ ഈ കോമിക്കിൻ്റെ അവസാനത്തെ കുറേ പേജുകളിൽ ഒരുപാട് പോസ്റ്റേഴ്സും പിന്നെ ക്യാരക്ടർ ഡിസൈൻസും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് റൂമിൽ ഒട്ടിക്കാം. ആ രീതിയിലാണ് അവരത് കൊടുത്തേക്കുന്നത്. സോ അത് നൈസായിരുന്നു. ഇനി റാൻഡം ആയിട്ടുള്ള കോമിക് ബുക്സിൻ്റെ സെറ്റിലേക്ക് കടക്കാം. ഈ കോമിക്സ് ഒക്കെ ഒരു ഭംഗിക്ക് ഇട്ട് വെക്കാൻ വേണ്ടി 7-8 വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഈ ഒരു ബോക്സ് ഉണ്ടാക്കിയത്. വെറുതെ ഒരു രസത്തിനൊരു ഭംഗിക്ക് ചെയ്തേ ഉള്ളൂ, ഷോക്കേസിൽ വെക്കാനായിട്ട്. പണ്ട് ഈ കോമിക് ബുക്സ് ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹം കൊണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ വാങ്ങിച്ചു കൂട്ടിയ കുറച്ച് ബുക്സാണ് ഇതെല്ലാം. ഈ കളക്ഷനിലുള്ളത് കൂടുതലും DC കോമിക്സിൻ്റെ റീപ്രിന്റുകളാണ്. ഒരു സ്റ്റാർട്ടിങ്ങോ അല്ലെങ്കിൽ എൻഡിങ്ങോ ഒന്നും ഇല്ലാത്ത ചെറിയ കഥകളൊക്കെ ഫോക്കസ് ചെയ്യുന്ന കോമിക്സ് ആണ് മിക്കതും. റാൻഡം ആയിട്ടുള്ള സെറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 1-2 സ്പൈഡർമാൻ കോമിക്സ് ഉണ്ട്, ഹൾക്കിന്റെ കോമിക് ഉണ്ട്, സൈബോർഗ്, ബാറ്റ് ഗേൾ, ബ്ലൂ ബീറ്റിൽ, അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുറച്ച് കോമിക്സ് ഉണ്ട്. പക്ഷേ ഇത് റാൻഡം ആയിട്ടുള്ള കോമിക്സ് ആണെങ്കിലും വളരെ റയർ ആയിട്ടുള്ള 1-2 ഐറ്റംസ് ഒക്കെ ഉണ്ട്. കളക്ടേഴ്സ് ഐറ്റം എന്ന് പറയാവുന്നത് അത് ഞാൻ കാണിച്ചു തരാം. ഡാർക്ക് നൈറ്റ് റിട്ടേൺസ് പാർട്ട് 1 and 2 എന്ന ആനിമേറ്റഡ് സിനിമകൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. വൺ ഓഫ് ദ ബെസ്റ്റ് ആനിമേറ്റഡ് സിനിമകളിൽ ഒന്നാണ്. ഫ്രാങ്ക് മില്ലർ എഴുതിയ അതേ കോമിക്കിന്റെ ഒരു അഡാപ്റ്റേഷനാണ് ആ സിനിമ. ഈ കോമിക് ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ എനിക്ക് വളരെ ചീപ്പായിട്ടാണ് കിട്ടിയത്. സോ ഞാനതൊരു കളക്ടേഴ്സ് ഐറ്റമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ ഈ കളക്ഷനിൽ വേറൊരു റെയർ ആയിട്ടുള്ളൊരു കോമിക്ക് ജസ്റ്റിസ് ലീഗ് വേഴ്സസ് അവഞ്ചേഴ്സ് കോമിക്കാണ്. 2003 ഈ ജസ്റ്റിസ് ലീഗിനെയും അവഞ്ചേഴ്സിനെയും തമ്മിൽ ക്രോസ് ഓവർ ചെയ്യിക്കുന്ന 4 എഡിഷനുള്ള ഒരു കോമിക് സ്റ്റോറി ഞാൻ ഇറക്കിയിരുന്നു. അതിനകത്ത് പാർട്ട് 4 ആണ് എനിക്ക് കിട്ടിയത്. സോ ഇനി കോമിക് ബുക്ക് കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അത് എവിടെ നിന്ന് വാങ്ങിക്കാം, എങ്ങനെ കളക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പോൾ കോമിക് ബുക്സ് വാങ്ങിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സോഴ്സ് നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് തന്നെയാണ്. ഈ ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ റാൻഡം ആയിട്ട് ഇങ്ങനെ കോമിക് ബുക്സ് കിട്ടും. ഒരു സെറ്റിൽ 10 കോമിക് വെച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ വാങ്ങിക്കുന്നത് ഞാൻ എൻകറേജ് ചെയ്യില്ല, നഷ്ടമാണ്. അവർ ഈ DC, മാർവൽ കോമിക്സ് ഒക്കെ പരസ്യത്തിൽ വെച്ചിട്ട് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത ടൈറ്റിൽസ് ഒക്കെ ആയിരിക്കും അയച്ചു തരുന്നത്. സോ അങ്ങനെ കോമിക് ബുക്സ് വാങ്ങിച്ച് കൂട്ടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പറയുമ്പോൾ നമുക്ക് കയ്യിൽ കുറച്ച് കോമിക്സ് ഉണ്ടെന്നല്ലാതെ പ്രത്യേകിച്ച് പോയിന്റ് ഒന്നുമില്ല. അതുകൊണ്ട് കുറച്ച് ക്യാഷ് കൂട്ടി വെച്ച് നല്ല കോമിക്സ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം മറ്റു രാജ്യങ്ങളെ പോലെ കോമിക് ബുക്ക് സ്റ്റോർസ് നമുക്കില്ല. പിന്നെ നമുക്ക് കോമിക് ബുക്സ് കളക്ട് ചെയ്യാൻ കഴിയുന്നത് ചില ബുക്ക് സ്റ്റോറുകളിലൂടെയാണ്. ഞാൻ ട്രിവാൻഡ്രത്തുള്ള ആളാണ്. സോ ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു പ്രധാന ബുക്ക് സ്റ്റോറാണ് മോഡേൺ ബുക്ക് സ്റ്റോർ. എൻ്റെ ഒരു ഫേവററ്റ് സ്പോട്ടാണ്. സോ അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോമിക് ബുക്സ് ഒക്കെ ഇങ്ങനെ റാൻഡമായിട്ട് കിട്ടാറുണ്ട്. ബുക്ക് സ്റ്റോറിൻ്റെ ബാക്ക് സൈഡിൽ കാണും. പണ്ട് ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആനിമി ഫാൻസിന് സന്തോഷിക്കാം, ഈ മാംഗ കോമിക്സിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ലുലുവിലുള്ള ഈ ക്രോസ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് സ്റ്റോർ ചെയിൻ ഉണ്ട്. അവിടെയും കോമിക് ബുക്സ് വാങ്ങിക്കാൻ കിട്ടും. ഇടയ്ക്കൊക്കെ ഈ ഹാഫ് പ്രൈസ് ഓഫർ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി അവർ ചെയ്യാറുണ്ട്. ഒരുപാട് കോമിക് ബുക്സ് പകുതി വിലയ്ക്ക് അവർ വിൽക്കും. പകുതി വില എന്ന് പറഞ്ഞാലും സ്റ്റിൽ എക്സ്പെൻസീവ് ആണ്, എന്നാലും താല്പര്യമുള്ളവർക്ക് പോയി അവിടെ നിന്ന് വാങ്ങിക്കാം. പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് കോമിക് ബുക്സ് വായിക്കാനായിട്ട്. എനിക്കതിപ്പോൾ വീഡിയോയിൽ പറയാൻ കഴിയത്തില്ല. അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഞാൻ എൻ്റെ Instagram ID താഴെ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. സോ ഇതാണ് എൻ്റെ കോമിക് ബുക്ക് കളക്ഷൻ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടു നോക്കുക. കണ്ടന്റിന് ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.